നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് യുദ്ധത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതെ. നമുക്ക് യുദ്ധത്തിൻ്റെതായ ഭീകരത ഇതുവരെ അനുഭവിക്കാത്തത് കൊണ്ടും അതെന്താണ് എന്നതിൻ്റെ യാതൊന്നും നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകാത്തത് കൊണ്ടുകൂടിയാണ് നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അതെ. ലോകം കണ്ടതിൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആണവായുധം പ്രയോഗം ഹിരോഷിമ നാഗസാക്കി. പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകരുതേ എന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചിരുന്ന നിമിഷങ്ങളാണ്. ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലിരുന്നാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും വീണ്ടും ആണവായുധവും ഇതൊക്കെ ചർച്ചയാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ചൈന എന്തൊക്കെയോ പടക്കോപ്പുകൾ ഒരുക്കി വെക്കുന്നുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനുള്ള പുറപ്പാടാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. എന്താണ് അതിൽ പ്രേമൻ കൂടുതൽ പറയാനുള്ളത്? അതായത് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെ ചുരുക്കപ്പേരിൽ സിപ്രി എന്ന് വിളിക്കും, 1966 രൂപീകൃതമായ ഒരു സംഘടനയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഇപ്പോൾ ഇവർ ഈ ലോകത്തുള്ള ആണവ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ആറ്റം ബോംബുകൾ ഇതിനെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ കണക്കെടുപ്പും ഒക്കെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിടുന്ന ഒരു വേദിയാണിത്. അത് ആധികാരികമായിട്ടാണോ? ആധികാരികമായിട്ട് തന്നെ. അപ്പോൾ ഇവർ ഓരോ വർഷവും ഇയർ ബുക്ക് ഇറക്കാറുണ്ട്. ഓരോ വർഷത്തെ കണക്കുകൾ മറ്റു കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ഈ ഒരു പുസ്തകം. കഴിഞ്ഞ ജൂണ്, അതായത് ഈ ജൂണ്, കഴിഞ്ഞ ദിവസം 16-ാം തീയതി, ഇന്ന് 19 ആയുള്ളൂ, 16-ാം തീയതിയാണ് ഈ പട്ടിക പുറത്തു വിട്ടത്. അപ്പോൾ അതിൽ ഞെട്ടിക്കുന്നൊരു വസ്തുത, ഇപ്പോൾ എല്ലാവരും ഈ ആണവ നിർവ്യാപന അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണല്ലോ. അതായത് ആണവ ബോംബ്, അണുബോംബ്, അത് മനുഷ്യരാശിയുടെ തന്നെ വേരിറക്കുന്ന സംഗതിയാണ്. അത് പരമാവധി ഇല്ലാതാക്കണം എന്നൊരു നിലപാടാണ് ലോകമെമ്പാടുമുള്ളത്. പക്ഷേ ചൈനക്ക് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ചൈന കഴിഞ്ഞ വർഷം അവരുടെ കയ്യിൽ 500 ആറ്റം ബോംബ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒറ്റ വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ 2024 ജനുവരി മുതൽ ഇന്ന് വരെയുള്ള സമയം കൊണ്ട് അവർ 100 ആറ്റം ബോംബ് കൂടി അധികമായി ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 ആറ്റം ബോംബുണ്ട്, ഞാൻ നാളെ ഒരു 10 എണ്ണം കൂടി ഉണ്ടാക്കുന്നു, ഞാനത് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? അതായത് ഈ നിലവിൽ ഈ ആണവ ശേഷിയുള്ള ആറ്റോമിക് നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ 9 എണ്ണമാണ് പട്ടികയിലുള്ളത്. രഹസ്യമായിട്ട് ആറ്റം ബോംബ് സൂക്ഷിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ ഈ ഇറാനിന് മേലിൽ ആക്രമണം നടത്തുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ. രഹസ്യമായി, ഏതായാലും അന്താരാഷ്ട്ര ഏജൻസികളുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിനുമുള്ള 9 രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ ഈ വർഷാവർഷം ഈ അന്താരാഷ്ട്ര ആണവ ഏജൻസി അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക, അതിൻ്റെ കണക്കെടുപ്പ് നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെയാണ്. ഒരു രാജ്യത്തിന് അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആറ്റം ബോംബുകൾ നിർമ്മിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിലവിലെ ഒരു പൊതു സമീപനം ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ. അതായത് ഈ ആറ്റം ബോംബുകൾ എന്ന് പറഞ്ഞാൽ പരമാവധി അത് ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ചൈന മാത്രമാണ് ഈ 100 എണ്ണം ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 500 എണ്ണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 600ആയി. ഇനി ഒരു കണക്ക് കൂടി പറഞ്ഞുതരാം. ഈ ആറ്റം ബോംബ് അതിൻ്റെ പ്രയോഗമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോഗിച്ചത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും ഇതുവരെ ഒരു ലോകമഹായുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ശീതയുദ്ധം ഉണ്ടായിരുന്നു. ചില രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഈ വ്യാപാര വാണിജ്യ കരാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരവിപ്പിക്കലും ഉപരോധം ഏർപ്പെടുത്തുക, ഇതൊക്കെ ശീതയുദ്ധത്തിൻ്റെ കാലത്തുള്ളത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുന്നു. നിഴൽ യുദ്ധം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നില്ല എങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശീതയുദ്ധം എന്ന് വിളിക്കുക. ആ കാലത്താണ് പരമാവധി ആയുധ സംഭരണങ്ങൾ നടന്നത്. ആ കാലത്ത് പോലും ലോകത്ത്, അതായത് 1986 ആറ്റോമിക് ഏജൻസി, അന്താരാഷ്ട്ര ആണവ ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെമ്പാടും 70,300 ആറ്റം ബോംബുകളുണ്ടായിരുന്നു. 70,300. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഓരോ ബോംബ് വെച്ചിട്ടപ്പോൾ ഉള്ള അനുഭവം അറിയാമല്ലോ. അപ്പോൾ ഈ 70,300 ആറ്റം ബോംബ് ഈ അപ്പം ചുട്ട് വെക്കുന്നത് പോലെ വെച്ചേക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ആ സമീപനത്തിലൊക്കെ മാറ്റം വന്നു. ഇന്ന് ഈ 2025 ജൂൺ 16 പുറത്തുവിട്ട കണക്ക് പ്രകാരം അതിൻ്റെ എണ്ണം 12,241 കുറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ കുറഞ്ഞു. അപ്പോൾ പൊതുവെയുള്ള ട്രെൻഡ് ഇതാണ്. അപ്പോഴാണ് ചൈന തിരിഞ്ഞു നടക്കുന്നത്. പക്ഷേ ഇന്ത്യക്കും ഈ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യ
കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 8 എണ്ണം കൂടി അധികമായിട്ടുള്ള ബോംബ് തയ്യാറാക്കി. 172 ഇന്ത്യയുടെ ശേഷി. 172 എന്നുള്ളത് ഇപ്പോൾ 180 ആറ്റം ബോംബുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ്റെ കയ്യിൽ 170 എണ്ണം ഉണ്ട്. മോശമൊന്നുമല്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ 180 എണ്ണം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് ഉറപ്പായിട്ടും തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ കിടക്കുന്നു, ഇപ്പുറത്ത് ചൈന കിടക്കുന്നു. ഈ 2 രാജ്യങ്ങളും അവരും ആറ്റോമിക് രാജ്യങ്ങൾ തന്നെയാണ്, ആണവബോംബ് കൈവശം വെക്കുന്നത്. അപ്പോൾ ആ ഭീഷണിയെ നേരിടാൻ ഇത് ഉണ്ടാക്കി വെക്കുന്നതെന്നർത്ഥം ഇത് നാളെ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലും സാധനം ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. ഇന്ത്യ ആദ്യം ആക്രമിക്കില്ല. അപ്പോൾ അണുബോംബിൻ്റെ കാര്യത്തിലായാലും അതാണ്. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്ത് പോയി ആറ്റം ബോംബ് ഇടില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ സാധനം വേണം. അപ്പോൾ അതുമാത്രമല്ല, മറ്റ് നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങൾ ഇത്രയും കുന്നുകൂട്ടി ആയുധങ്ങൾ സംഭരിക്കുമ്പോൾ ആ ഭീഷണി ചെറുതല്ല. അപ്പോൾ ഇന്ത്യ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 172 എന്നുള്ളത് ഇപ്പോൾ 180 ആക്കി വെച്ചേക്കുന്നത്. ഇനി ആ പട്ടിക എന്ന് പരിശോധിക്കാം. അതായത് ഇന്നത്തെ ക്രമം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് കൈവശം വെച്ചിരിക്കുന്നത് റഷ്യയാണ്, 5449 എണ്ണം. അമേരിക്കയുടെ കയ്യിൽ 5277, 1ഉം 2ഉം സ്ഥാനം ഇവർക്കാണ്. 3ആം സ്ഥാനം ചൈന, അവരുടെ കയ്യിൽ 600 എണ്ണം ഉണ്ട്. ഫ്രാൻസിൻ്റെ കയ്യിൽ 290, UK ബ്രിട്ടൻ്റെ കയ്യിൽ 225. അത് കഴിഞ്ഞിട്ട് 3ഉം 6ആം സ്ഥാനം ഇന്ത്യയ്ക്ക് 180, 7ആം സ്ഥാനം പാകിസ്ഥാന് 170, ഇസ്രായേലിൻ്റെ കയ്യിൽ 90 എണ്ണം ഉണ്ട്. പിന്നെ 50 എണ്ണം കൈവശം വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, കിങ് ജോങ് ഉൻ. നോർത്ത് കൊറിയയുടെ കയ്യിൽ 50 എണ്ണം ഉണ്ട്. അപ്പോൾ ഒറ്റ ബുദ്ധിക്കാരനാണ്, പൊട്ടിക്കണമെങ്കിൽ അപ്പം പൊട്ടിക്കുന്ന. അതായത് 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ് വീണത്. കൃത്യം 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പറയുന്ന ആറ്റം ബോംബും വീണു. അത് വീണതിന് ശേഷം അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇനി ഒരു ലോകമഹായുദ്ധം വേണ്ട എന്നൊരു പൊതു സമീപനം വന്നു. ഇനി ഒരു ആറ്റം ബോംബ് പ്രയോഗം വേണ്ട. അതിനുശേഷം എത്രയോ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിടത്ത് പോലും നമ്മൾ ഈ ആറ്റം ബോംബ് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആറ്റം ബോംബ് പ്രയോഗിക്കും. അതെല്ലാം സമ്മർദ്ദതന്ത്രം മാത്രമല്ലാണ്ട് ഭീഷണി അത് നേരിട്ട് ഉപയോഗിക്കുന്നൊരു സംഗതിയില്ല. ഇനി ഈ പറയുന്ന അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിൽ ഏതാണ്ട് അവരാണ് ഈ മൊത്തം ആറ്റം ബോംബുകളുടെ ഏതാണ്ട് 90% കൈവശം വെച്ചേക്കുന്നത്. അതിൽ 84%, 90% മൊത്തം ആറ്റം ബോംബുകളുടെ ഏതാണ്ട് 90% അവർ കൈവശം വെക്കുമ്പോഴും അവരുടെ കയ്യിലുള്ള ആറ്റം ബോംബുകളിൽ 84% എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അതായത് യുദ്ധത്തിന് തയ്യാറാക്കി വെച്ചേക്കുന്ന സംഗതികളാണ്. ഇനി ഈ ചൈന ഒരു 100 എണ്ണം അപ്പം ചുട്ടെടുക്കുന്ന പോലെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചല്ലോ, നമ്മളൊന്ന് ഭയപ്പെടണം. കാരണം ഇറാനിലേക്ക് ഒരു 3 വിമാനം പോയിട്ടുണ്ട് ചൈനയുടെ, കാർഗോ വിമാനമാണ്. അതിൽ ഈ ആറ്റം ബോംബിൻ്റെ സംഗതികൾ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഈ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സംഗതിയാണല്ലോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, പാകിസ്ഥാനിലിരിക്കുന്ന അമേരിക്കയുടെ ആറ്റം ബോംബാണ്. അതെങ്ങനെ അവിടെ എത്തി? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സാധനമാണ്. നമ്മളൊന്ന് ഭയപ്പെടണം. ഇറാൻ ഇസ്രായേലിന് നേരെ പൊട്ടിക്കും എന്ന് പറയുന്നത് ഒരുപക്ഷെ മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ 100 എണ്ണം കൂടുതലുണ്ടാക്കിയപ്പം ദൈവമേ അത് മെയ്ഡ് ഇൻ ചൈനയുടെ ഗുണം കാണിച്ചാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ബാക്കിയുള്ളത്. ഏതായാലും നമുക്ക് ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല, ഇത് ഭയങ്കര സംഗതിയാണ്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. അവർ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി വെക്കുന്നത് ചിലപ്പോൾ അമേരിക്കയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്ത് ഇത്രയും വലിയ നമ്മളും അവരുമായിട്ട് അത്ര സുഖകരമായൊരു ബന്ധവുമല്ല. അപ്പോൾ അവരിങ്ങനെ ആറ്റം ബോംബ് ഉണ്ടാക്കി കൂട്ടുന്നത് ഇന്ത്യക്ക് സംബന്ധിച്ചൊരു വലിയ ഭീഷണിയാണ്.